ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, കുറച്ച് ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, പഠിച്ചിട്ട് ശരിയാവുന്നില്ല, പിന്നെ എന്താ ചെയ്യുക, റിവിഷൻ ചെയ്യാൻ എന്താ ചെയ്യുക, കാരണം ചാപ്റ്റേഴ്സ് പഠിച്ചു പോകുന്നുണ്ട്, അതിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് നോക്കാൻ പറ്റുന്നില്ല. കാരണം ഓൾറെഡി നിങ്ങൾക്ക് കാണാനുള്ള റെക്കോർഡഡ് വീഡിയോസും പിന്നെ നിങ്ങളുടെ ലൈവ് ക്ലാസ്സസും തന്നെ നല്ല ലോഡ് ഉണ്ട്. അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, എക്സസൈസസ് ചെയ്യണം, എക്സാംസിന് പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലൈക്ക് നമുക്ക് ഒരു കാര്യവും നമ്മുടെ ലൈഫിൽ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് ഒട്ടും നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യാണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളിപ്പം റിവിഷൻസ് ചെയ്യുന്നതാണ്, നോക്കാൻ പറ്റാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കി നമുക്ക് മുമ്പോട്ട് പോവാം. അതായത് നിങ്ങൾക്കിപ്പം എല്ലാ ചാപ്റ്ററും നമുക്കിപ്പം ഇപ്പോൾ ഒരാഴ്ച പഠിച്ച ചാപ്റ്റേഴ്സ് മുഴുവൻ നമുക്ക് ഒറ്റയടിക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഒട്ടും അറിയില്ല എന്ന് ഫീൽ ചെയ്യുന്ന ചാപ്റ്റർ, ഏത് ഒരു വലിയൊരു ചാപ്റ്റർ ആവാം, ആ ചാപ്റ്റർ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല, അതൊന്നും കൂടി നോക്കണം. അപ്പോൾ ആ ചാപ്റ്റർ നോക്കാനായിട്ട് നിങ്ങൾക്ക് വീക്കെൻഡ്സിൽ ഒരു 2-3 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. അതിപ്പം ഞാൻ പറയില്ല എല്ലാ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റേഴ്സ് അങ്ങനെ നോക്കണം എന്നുള്ളത്, ബട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഏതാണോ, നിങ്ങൾക്കൊട്ടും അറിയില്ല എന്ന് ഫീൽ ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ഒന്നും കൂടി ഒന്ന് നോക്കാനായിട്ട് റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. നമ്മുടെ വീഡിയോസ് തന്നെ സ്പീഡിൽ കണ്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ എക്സസൈസസ് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ റിവിഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യുവർ പ്രിപ്പറേഷൻ. റിവിഷൻ ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് ഭയങ്കര ലോഡായിട്ട് തോന്നും. അപ്പോൾ എനിക്കൊന്നും അറിയില്ല, എൻ്റെ ടച്ച് വിട്ടുപോയെന്ന് തോന്നും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുക, ഏറ്റവും ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, നല്ലപോലെ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റേഴ്സ് ഏതെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു ഇൻ്റർവെല്ലിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നല്ലതാണ്. ബിക്കോസ് യു ഹാവ് ടു ബി ഇൻ ടച്ച് വിത്ത് ദ ടോപ്പിക്. ഇപ്പം 12th ചാപ്റ്റേഴ്സ് നമ്മുടെ പല ബാച്ചിലും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 11th ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് നിങ്ങൾ പോയി നോക്കുന്നതായിരിക്കും നല്ലത്. റിപ്പീറ്റേഴ്സിനോടാണ് പറയുന്നത്. പിന്നെ എല്ലാവരെയും ബോദർ ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈക്ക് വാട്ട് ഈസ് എ എൻഡ് ഓഫ് ഇറ്റ് ഓൾ. ഞാൻ കുറേ പഠിച്ചു, കുറേ കഷ്ടപ്പെട്ടു, കുറേ ഇത് മേടിച്ചു, എനിക്ക് നല്ല സ്കോറൊന്നും കിട്ടുന്നില്ല, പിന്നെ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവുമോ, ലൈക്ക് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത്. സോ ഇപ്പം നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും അധികം വേണ്ടത് എന്താണ്? ഇപ്പം നിങ്ങൾ ഇപ്പം എന്താണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? അപ്പം നീറ്റ് ആസ്പിരൻസ് ഒക്കെ പറയും, നീറ്റ് ക്ലിയർ ചെയ്യണം, നല്ല കോളേജിൽ കയറണം, ഡോക്ടർ ആവണം, അല്ലേ, പിന്നെ നല്ല സെറ്റിൽ ആവണം, നല്ല സെക്യൂർ ജോബ് വേണം, അതായത് നല്ലൊരു പ്രൊഫഷനിൽ കയറണം, നിങ്ങളുടെ ഡ്രീം കരിയറിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടണം. കുറേ പേർക്കൊക്കെ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഞാൻ എന്തിനാണ് ഇത് ചൂസ് ചെയ്തത്, എന്തിനാണ് ഞാൻ ഇതിലേക്ക് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റ് എ പോയിന്റ് ഇൻ ലൈഫ് വേണ്ടത് ഭയങ്കര ഫിനാൻഷ്യൽ കാര്യങ്ങളോ, ഭയങ്കര നല്ല ജോലിയോ, ഭയങ്കര നല്ല ഡിഗ്രീസോ, ഇതിനേക്കാളൊക്കെ അബവ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് the freedom to make choices. അതായത് there will be a point in your life where നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്യണം. അതിന് നിങ്ങൾക്ക് പല റെസ്ട്രിക്ഷൻസ് വരികയാണ് നിങ്ങളുടെ ചുറ്റിനും. ഇപ്പം പൈസേൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങൾക്ക് അതിന് പെർമിഷൻ തരുന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് എനിക്കിത് വേണ്ട, എനിക്ക് അടുത്തതാണ് വേണ്ടത്, എനിക്ക് അതാണ് വേണ്ടത്, എനിക്ക് അതിലേക്ക് പോകണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ, നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കാൻ പറ്റണമെങ്കിൽ യു ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. ഫിനാൻഷ്യലി, അക്കാഡമിക്കലി, മെൻ്റലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഇൻഡിപെൻഡൻസ്. അപ്പം നിങ്ങൾക്ക് യു വിൽ ഹാവ് ദ ഫ്രീഡം ടു മേക്ക് ചോയ്സസ് ഓഫ് യുവർ ഓൺ. അപ്പോൾ ലൈഫിൽ മക്കൾ ആലോചിക്കുക, നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും, നിങ്ങൾ എവിടെയൊക്കെ എത്തിയാലും ഇവൻച്വലി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് വേണ്ടത് ഈ ഫ്രീഡമാണ്. ഫ്രീഡം ടു മേക്ക് ചോയ്സസ്. ആരുടെയും പെർമിഷൻ ചോദിക്കാതെ, ആരുടെയും ഇതിന് നിൽക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനങ്ങൾ എടുത്ത് ലൈഫിൽ മുമ്പോട്ട് പോകാൻ പറ്റണം. അതിന് നമ്മൾക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഡിഗ്രി വേണം, നമ്മൾക്ക് ഫിനാൻഷ്യലി നമ്മൾ നല്ല ഫിറ്റ് ആയിരിക്കണം, ഫിസിക്കൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മെൻ്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമോഷൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, ബാലൻസ് ചെയ്യാൻ പറ്റണം. സോ ഫോർ ഓൾ ദാറ്റ് ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ഇപ്പം നിങ്ങൾ ഈ എല്ലാ തരം സ്ട്രെസ്സുകളിൽ കൂടിയും പോകുന്നുണ്ട്. സോ മക്കളെ, ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ പ്രിപ്പറേഷൻ. റിവിഷൻസ് ചെയ്യണം. ആസ് ഐ ടോൾഡ് യു, നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ടാക്കി ഒന്ന് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. നിങ്ങളൊക്കെ നിങ്ങളുടെ ഡ്രീംസിലേക്ക് എത്തും. പക്ഷേ എപ്പോഴും നമ്മുടെ എൻഡ് ഗോൾ ഇറ്റ് ഷുഡ് ബി വാട്ട്, ഞാൻ കുറേ വർഷം കഴിഞ്ഞ് ഐ ഷുഡ് ഹാവ് ദ ഫ്രീഡം ടു മേക്ക് മൈ ഓൺ ചോയ്സസ്. ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തണം. സോ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. പഠിക്കുന്നതിന് ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് വന്നു നിങ്ങളെ കണ്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഗുഡ് ലക്ക്.